ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സൽ PSC. ഇന്ന് നമ്മൾ കുറച്ച് ബയോളജി ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ബയോളജി എന്ന പദം നിർദ്ദേശിച്ചത് ലാമാർക്ക്. ബയോളജി എന്ന പദം നിർദ്ദേശിച്ചത് ലാമാർക്ക്. അടുത്ത ചോദ്യം, ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ. ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ. ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ. ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ. സസ്യശാസ്ത്രത്തിന്റെ പിതാവ് തിയോഫ്രാക്ടസ്. സസ്യശാസ്ത്രത്തിന്റെ പിതാവ് തിയോഫ്രാക്ടസ്. കോശ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് തിയോഡർ ഷ്വാൻ, ജേക്കബ് ഷ്ലീഡർ. കോശ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കളാണ് തിയോഡർ ഷ്വാൻ, ജേക്കബ് ഷ്ലീഡർ. അടുത്ത ചോദ്യം, ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും ശാസ്ത്രീയ നാമങ്ങൾ നൽകിയിരിക്കുന്ന ഭാഷ ലാറ്റിൻ. ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും ശാസ്ത്രീയ നാമങ്ങൾ ലാറ്റിൻ ഭാഷയിലാണ് നൽകിയിരിക്കുന്നത്. വർഗീകരണത്തിന്റെ ഉപജ്ഞാതാവ് കാൾ ലിനേയസ്. വർഗീകരണത്തിന്റെ ഉപജ്ഞാതാവാണ് കാൾ ലിനേയസ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകത്തെ കോശം എന്ന് വിളിക്കുന്നു. കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി. കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. കലകളെ കുറിച്ചുള്ള പഠനം ഹിസ്റ്റോളജി. കലകളെ കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോളജി. കോശമർമ്മം കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ. കോശമർമ്മം കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ. സൈറ്റോളജിയുടെ പിതാവ് റോബർട്ട് ഹുക്ക്. സൈറ്റോളജിയുടെ പിതാവ് റോബർട്ട് ഹുക്ക്. കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക്. കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആന്റൺ വാൻ ല്യൂവൻ ഹോക്ക്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആന്റൺ വാൻ ല്യൂവൻ ഹോക്ക്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MG ഷ്ലീഡർ. Sorry guys, അപ്പോൾ നമ്മുടെ വീഡിയോ